ബാങ്ക് നാഷണലൈസേഷൻ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള ബാങ്കുകളെ ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് മാറ്റുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാ ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് മാറ്റുക? ഗവൺമെന്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്ന് 50% കൂടുതൽ ഷെയർ വാങ്ങുമ്പോഴാണ് അത് ഗവൺമെന്റ് ഉടമസ്ഥതയിലേക്കാവുക. അതായത് പകുതിയിൽ കൂടുതൽ ഷെയർ ഗവൺമെന്റിനാണ്. അപ്പം അത് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ബാങ്ക് ആവും. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് bank owned by private sector into the public ownership of a national government by purchasing majority stake, that is more than 50% by the government. ഇന്ത്യയിൽ ബാങ്ക് നാഷണലൈസേഷൻ നടപ്പിലാക്കിയത് 1969 ജൂലൈ 19 അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയിലെ ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ബാങ്ക് നാഷണലൈസേഷൻ. മാത്രമല്ല, ഇന്ത്യയിലെ റൂറൽ ഏരിയാസിലെ ഡെവലപ്മെന്റ്, ഗ്രീൻ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ഈ ബാങ്ക് നാഷണലൈസേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അടുത്തത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ബാങ്ക് നാഷണലൈസേഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തത് നാഷണൽ പോളിസി ഓഫ് അഡോപ്റ്റിംഗ് ദി സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. നമുക്കറിയാം 1945 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1984 വരെ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു ഐഡിയോളജി ഒരു സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് ഐഡിയോളജിയാണ്. അതായത് എല്ലാത്തിൻ്റെയും ഉടമകൾ ജനങ്ങളാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് എന്നൊരു ഐഡിയോളജി. ഈ സോഷ്യലിസ്റ്റിക് പാറ്റേൺ നടപ്പിലാക്കുക എന്നത് ബാങ്ക് നാഷണലൈസേഷന്റെ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തതാണ് ഇക്കണോമിക് ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ഷോക്സ്. 1962 നടന്ന ഇൻഡോ ചൈന വാറും 1965 നടന്ന ഇൻഡോ പാകിസ്ഥാൻ വാറും ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് 1966 മുതൽ 69 വരെ 5 ഇയർ പ്ലാൻ ഇല്ലാതിരുന്നത്. ഇതിന് നമ്മൾ പ്ലാൻ ഹോളിഡേ എന്നാണ് പറയുക. പ്ലാൻ ഹോളിഡേ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ മണി സർക്കുലേഷനും കുറയും. അപ്പം ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ കരകയറ്റുക എന്നുള്ളതും ബാങ്ക് നാഷണലൈസേഷന്റെ ഒരു ഫാക്ടറായിരുന്നു. അടുത്തത് സോഷ്യൽ വെൽഫെയർ. പ്രൈവറ്റ് ഉടമസ്ഥതയിലുള്ള ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. 1951 മുതൽ 1968 വരെയുള്ള കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൊടുത്ത ക്രെഡിറ്റ് 34% നിന്ന് 68% ഉയർന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ അഗ്രികൾച്ചർ സെക്ടറിന് കൊടുത്തിരുന്ന ക്രെഡിറ്റ് ആകെ 2% മാത്രമായിരുന്നുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ വെൽഫെയർ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ബാങ്ക് നാഷണലൈസേഷനിലേക്ക് ലീഡ് ചെയ്തൊരു ഫാക്ടറായിരുന്നു. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് ടു റൂറൽ ഏരിയാസ്. 1960 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ റൂറൽ ഏരിയാസിൽ ബാങ്കിങ് സർവീസസ് അവൈലബിൾ ആയിരുന്നില്ല. കാരണം അവിടെ പോപ്പുലേഷൻ കുറവായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ടായിരുന്നില്ല. അന്ന് നിലനിന്നിരുന്ന അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് വളരെ അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഈ റൂറൽ ഏരിയാസിലേക്കും കൂടെ ബാങ്കിങ് സേവനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും ബാങ്ക് നാഷണലൈസേഷന്റെ ഒരു ഫാക്ടറായിരുന്നു. ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ ഒരു വിജയമാവാനുള്ള ഒരു കാരണം ബാങ്ക് നാഷണലൈസേഷനാണ്. അതെങ്ങനെയാ? ബാങ്കിങ് സേവനങ്ങൾ ഇന്ത്യയുടെ റൂറൽ ഏരിയയിലേക്ക് എത്തിയപ്പോഴാണ് അവർക്ക് അത്യുൽപാദന ശേഷി കൂടിയ വിത്തിനങ്ങൾ, രാസവളങ്ങൾ, മെഷീനറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി സാധിച്ചത്. അഞ്ചാമത്തത് റെഡ്യൂസിങ് റീജിയണൽ ഇംബാലൻസ്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള ഇംബാലൻസ് കുറയ്ക്കുക എന്നുള്ളതും ബാങ്ക് നാഷണലൈസേഷനിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടറാണ്. ഇനി ബാങ്ക് നാഷണലൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ബാങ്ക് നാഷണലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് സമ്പത്ത് കുമിഞ്ഞുകൂടിയിരുന്നത് ചുരുക്കം ചില ആളുകളുടെ കയ്യിലായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതലും ലോൺ കൊടുത്തിരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരുന്നു. അപ്പം മുതലാളിമാരായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും പൈസക്കാരായി. പാവപ്പെട്ടവർ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നവരും ബാങ്കിങ് സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും ദരിദ്രരുമായി.
അപ്പം ഈ ഒരു പ്രവണത ഒഴിവാക്കുക. അതോടൊപ്പം സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ, അഗ്രികൾച്ചർ സെക്ടർ, അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ്, അതായത് ഡയറി ഫാമിംഗ്, ആനിമൽ ഹസ്ബൻഡറി പോലുള്ള സ്മോൾ ബിസിനസ് യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ബാങ്ക് നാഷണലൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. ടു എലിമിനേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ് ആൻഡ് to diverse the flow of bank credit towards priority sector consisting of agriculture and allied activities, small scale industries and small businesses. അടുത്തത് to foster a new class of entrepreneur so as to create, sustain and accelerate economic growth. ബാങ്ക് നാഷണലൈസേഷന് മുമ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പുതിയ നല്ല ബിസിനസ് ഐഡിയ ഉള്ള ആളുകൾക്കൊന്നും ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റോ അല്ലെങ്കിൽ ലോണുകളൊന്നും ലഭ്യമായിരുന്നില്ല. അപ്പം അത്തരം ആളുകളെ നല്ല എൻ്റർപ്രണേഴ്സ് ആക്കി മാറ്റുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുക, അതിലൂടെ ഇക്കണോമിക് ഗ്രോത്ത് സാധ്യമാക്കുക എന്നുള്ളതും ബാങ്ക് നാഷണലൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ബാങ്ക് നാഷണലൈസേഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് വരെ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആളുകളായിരുന്നു ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവർ പ്രവർത്തിക്കുന്നത് ഈ ഓണേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് നാഷണലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിരുന്നു ബാങ്കുകളിലെ മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നതും ബാങ്കിലെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഓറിയൻറ്റേഷനും കൊടുക്കുക എന്നതും. To professionalize bank management and to impart adequate training as also reasonable terms of services to bank staff. അടുത്തത് to extend banking facilities to unbanked rural areas. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിങ് സർവീസസ് അവൈലബിൾ അല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിങ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നതും ബാങ്ക് നാഷണലൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു. ഇന്ത്യയിൽ ബാങ്ക് നാഷണലൈസേഷൻ നടപ്പിലാക്കിയത് 2 ഫേസിലൂടെയായിരുന്നു. അതിൽ ആദ്യത്തെ ഫേസ് 1955-ലും 1959-ലും. 1955 ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്തു. അതായത് പണ്ട് പ്രൈവറ്റ് ബാങ്ക് ആയിരുന്ന ഇമ്പീരിയൽ ബാങ്കിൻ്റെ മെജോറിറ്റി ഷെയറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്യുകയും അതിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കിയിട്ട് നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 1959 7 ബാങ്കുകൾ കൂടെ നാഷണലൈസ് ചെയ്ത് അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തു. ആ ബാങ്കുകൾ ഏതൊക്കെയാ വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ബാങ്ക് നാഷണലൈസേഷൻ്റെ രണ്ടാം ഘട്ടവും നടപ്പിലാക്കിയത് 2 വർഷങ്ങളിലായിട്ടായിരുന്നു. 1969-ലും 1980-ലും. 1969 14 ബാങ്കുകളായിരുന്നു നാഷണലൈസ് ചെയ്തത്. അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനാറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ധന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1980 6 ബാങ്കുകളായിരുന്നു നാഷണലൈസ് ചെയ്തത്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്. അപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ ദേശസാൽക്കരിച്ചതെന്ന്. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചത് നെഹ്റു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേശസാൽക്കരണം നടത്തിയത് നെഹ്റു ആണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗൂഗിൾ പറയുന്നത് ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിലവിൽ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണവും അത് ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ഏരിയ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ ബാങ്കിങ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ വന്നിട്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റുകൾ. അതിൻ്റെ അകത്ത് ബാങ്ക് കമ്പ്യൂട്ടറൈസേഷൻ, കോർ ബാങ്കിങ്, ATM സർവീസസ്, ടെലിഫോൺ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ആൻഡ് SMS ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ വയർലെസ് ബാങ്കിങ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പലരും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു നോട്ട് ഞാൻ തരാം.
ഇതിൻ്റെ അകത്ത് റീജിയണൽ റൂറൽ ബാങ്കും ലീഡ് ബാങ്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ റീജിയണൽ റൂറൽ ബാങ്ക് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബാങ്കിങ് സംവിധാനമാണ് റീജിയണൽ റൂറൽ ബാങ്ക്. 1975 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കിനെ റെക്കമെൻഡ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മാർജിനൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ വർക്കേഴ്സിനും അഗ്രികൾച്ചർ ലേബേഴ്സിനൊക്കെ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ മണി ലെൻഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ചെറിയ സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. കേരള ഗ്രാമീൺ ബാങ്കാണ് കേരളത്തിലെ റീജിയണൽ റൂറൽ ബാങ്ക്. അടുത്തത് ലീഡ് ബാങ്ക് സ്കീം. 1969 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ ഡോക്ടർ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് ഒരു ഏരിയ അപ്രോച്ച് സജസ്റ്റ് ചെയ്തത്. ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പം ഒരു സ്റ്റേറ്റിൽ മൊത്തം ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുക എന്നതിന് പകരം ഓരോ ഏരിയ ആക്കി തിരിക്കുക, എന്നിട്ട് ആ ഓരോ ഏരിയയിലും ഇങ്ങനെ ഫിനാൻഷ്യൽ സർവീസസ് എൻഹാൻസ് ചെയ്യുക. അതാണ് ഏരിയ അപ്രോച്ച്. ഈ ഏരിയ അപ്രോച്ചാണ് പിന്നീട് ലീഡ് ബാങ്ക് സ്കീമായിട്ട് മാറിയത്. ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള ബാങ്കിനെ ലീഡ് ബാങ്കായിട്ട് സെലക്ട് ചെയ്യും. പിന്നീട് ഈ ലീഡ് ബാങ്കിനെ ഒരു ലീഡറാക്കി വെച്ചുകൊണ്ട് മറ്റെല്ലാ ബാങ്കുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്ന സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം. കാനറ ബാങ്കാണ് വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്ക് ലീഡ് ബാങ്ക്. അടുത്ത ടോപ്പിക് പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. The power of commercial bank to expand deposits through loans and advances is known as credit creation. ലോൺ കൊടുത്തുകൊണ്ട് ഡെപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ലോൺ കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യുക? ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കണമെങ്കിൽ CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന ടേം നമുക്ക് ആവശ്യമുണ്ട്. എന്താ ക്യാഷ് റിസർവ് റേഷ്യോ? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രപ്പോർഷനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷന്റെ ഉദാഹരണം നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ ക്രെഡിറ്റ് ക്രിയേഷനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദാഹരണത്തിലെ മുഴുവൻ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ബാങ്ക് ത്രൂ ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്ന ഒരാള് സ്റ്റേറ്റ് ബാങ്കിൽ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഈ 10,000 രൂപ എന്ന് പറയുന്നത് അവരുടെ പുതിയ ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പുതിയ ഡെപ്പോസിറ്റ് കിട്ടി അവരെന്ത് ചെയ്യും? അതിൽ CRR എത്രയാണോ അത് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് ലോൺ ആയിട്ട് കൊടുക്കും. ക്ലിയർ അല്ലേ? നമ്മുടെ CRR 10% വിചാരിക്കുക. അപ്പൊ 10,000ന്റെ 10%, 1000 രൂപ CRR ആയിട്ട് മാറ്റി വെക്കും. 9,000 രൂപ ലോൺ ആയിട്ട് കൊടുക്കും. ഈ 9,000 രൂപ കിട്ടിയത് ബി എന്ന് പറഞ്ഞ ഒരാൾക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ബാങ്ക് ത്രൂ ആണ്. അപ്പൊ ബാങ്ക് ബിനോട് പറയും ഈ ലോണിന്റെ ആവശ്യത്തിനായിട്ട് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയും. എന്നിട്ട് ഈ 9,000 രൂപ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പം ബാങ്കിനെ സംബന്ധിച്ച് ബിയുടെ അക്കൗണ്ടിലുള്ള 9,000 രൂപ എന്ന് പറയുന്നത് പുതിയ ഡെപ്പോസിറ്റ് ആണ്. മനസ്സിലായില്ലേ? 9,000 രൂപ ബിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് ബിയുടെ 9,000 രൂപ എന്ന് പറയുന്നത് പുതിയ ഡെപ്പോസിറ്റ് ആണ്. അപ്പം അഗെയിൻ അതിന്റെ 10%, 9,000 രൂപ CRR ആയിട്ട് മാറ്റി വെക്കും. ബാക്കി 8,100 രൂപ വീണ്ടും ലോൺ ആയിട്ട് കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ സി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഈ 8,100 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ബാങ്ക് എന്താക്കും? ഈ 8,100 രൂപ സിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് സിയുടെ അക്കൗണ്ടിലുള്ള 8,100 രൂപ എന്ന് പറയുന്നത് അവരുടെ പുതിയ ഡെപ്പോസിറ്റ് ആണ്.
വീണ്ടും 8100ന്റെ 10%, 810 രൂപ CRR ആയിട്ട് വെക്കും. ബാക്കി 7290 രൂപ ലോൺ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഈ 7290 രൂപ ഡി എന്ന് പറഞ്ഞ ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ബാങ്കിനെ സംബന്ധിച്ച് ഡി എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലുള്ള 7290 രൂപ എന്ന് പറയുന്നത് അവരുടെ പുതിയ ഡെപ്പോസിറ്റ് ആണ്. 7290. അതിൽ 729 രൂപ CRR ആക്കി വെക്കും. ബാക്കി 6561 രൂപ ലോൺ ആയിട്ട് ലെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് വരൂ. The power of commercial bank to expand deposit through loans and advances is known as credit creation. ലോൺ കൊടുത്തുകൊണ്ട് ഡെപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ പ്രോസസ്സാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ 6561 രൂപ എന്ന് പറയുന്നത് അടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാങ്കിനെ സംബന്ധിച്ച് അതൊരു പുതിയ ഡെപ്പോസിറ്റ് ആണ്. അതിൽ CRR മാറ്റി വെക്കും. CRR കഴിഞ്ഞുള്ള ബാക്കി എമൗണ്ട് ലെൻഡ് ചെയ്യും. വീണ്ടും അതേ പ്രോസസ്സ് തന്നെ നടക്കും. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എവിടെ വരെ പോവും അത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അടുത്തത് ആ ഇക്വേഷൻ നോക്കാം. ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഒറിജിനൽ ഡിപ്പോസിറ്റ് ഇൻറ്റു ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ ഒറിജിനൽ ഡെപ്പോസിറ്റ് എന്താന്നുള്ളത് അറിയാം അല്ലേ? ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്. ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് കാണാൻ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 1/CRR. CRR ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമുക്ക് നമ്മളെ നേരത്തെ ഉദാഹരണത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നേരത്തെ ഉദാഹരണത്തിൽ എത്രയായിരുന്നു ഒറിജിനൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്? 10,000 രൂപ അല്ലെ? CRR 10%. അപ്പൊ നമുക്ക് ഒറിജിനൽ ഡെപ്പോസിറ്റും കിട്ടി, CRRും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം ഏതാ കാണണ്ടേ? ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് അല്ലേ? ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 1/CRR. ഇവിടെ CRR എന്ന് പറയുന്നത് 10%. അപ്പം 1/10%.
ഇവിടെ 1/10%. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക? 10% എന്ന് പറയുമ്പോൾ എത്രയാ? 10/100 അല്ലേ? 10% എന്ന് പറയുമ്പോൾ 10/100. അപ്പം 1/10% എത്രയാ വരിക? 1/10% is equal to 10/100. 10/100. അപ്പൊ 1/10/100 നമുക്ക് എങ്ങനെ എഴുതാം? 1 into 100/10. എങ്ങനെ 100/10 വരിക? ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ എത്രയാ വരിക? 1 into 100, 100/10, അതായത് 10. ഓക്കെ, അപ്പം ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് എത്രയാ? 10. is equal to 10. ഈ 10 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ കാണാം. ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഡെപ്പോസിറ്റ് ഇൻറ്റു ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ്. ഒറിജിനൽ ഡെപ്പോസിറ്റ് എത്രയാ? 10,000 ഇൻറ്റു ക്രെഡിറ്റ് മൾട്ടിപ്ലയർ കോഎഫിഷ്യന്റ് എത്രയാ? 10 is equal to 10,000 into 10, 1 lakh. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പം ഈ 1 lakh എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 1,00,000 രൂപയുടെ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ CRR 20% ആണ്. എത്രയായിരിക്കും വരിക? നമ്മൾ ഇപ്പൊ ചെയ്ത ഇതേപോലെ ചെയ്യാം, എന്നിട്ട് ഗ്രൂപ്പിൽ ഉത്തരം ഇടുക. ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഈ ലിമിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് മിസ്റ്റേക്ക് ആയിട്ട് ടൈപ്പ് ചെയ്തതാണ്. അത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ തന്നെ പഠിക്കാം. ഒന്നാമത്തത് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. സപ്പോസ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ബാങ്കുകൾക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവർ ഈ 10,000 രൂപയെ ലോൺ ആയിട്ട് കൊടുക്കും. കൂടുതൽ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കും. സോ CRR ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് എക്സസ് റിസർവ്. ഇപ്പോൾ ഒരു ഇക്കണോമിക് റിസഷനോ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാസ് ബോറോയിങ് ഉണ്ടാവും. കൂടുതൽ ആളുകൾ പൈസ പിൻവലിക്കാൻ വേണ്ടി ബാങ്കിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ബാങ്കുകൾ എന്താക്കും? ആ ഒരു മാസ് ബോറോയിങ്ങിനെ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസർവായിട്ട് പൈസ കീപ്പ് ചെയ്യും. അപ്പോൾ അത്രയും പൈസയുടെ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കില്ല. സോ രണ്ടാമത്തത് എക്സസ് റിസർവ്. മൂന്നാമത്തത് കറൻസി ഡ്രെയിനേജ്. നമ്മൾ നേരത്തെ ഉദാഹരണത്തിന് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ഈ ഉദാഹരണത്തിൽ പറയുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ബാങ്ക് ത്രൂ ആണെന്ന്. പക്ഷെ നമ്മളെ ഡെയിലി ലൈഫിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? എനിക്ക് ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കൊടുക്കും. അത് ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതാണ് കറൻസി ഡ്രെയിനേജ്. ഇനി ഡയറക്റ്റ് ബാങ്ക് ത്രൂ ആണെങ്കിൽ എന്താ ഗുണം? അത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അതൊരു എൻ്റെ അക്കൗണ്ടിലുള്ള ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കും. അതിൻ്റെ ഒരു ഭാഗം ലോൺ ആയിട്ട് കൊടുക്കും. സോ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതാണ് കറൻസി ഡ്രെയിനേജ്. അടുത്തത് ബോറോവർ അവൈലബിലിറ്റി. നേരത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്കിന് 10,000 രൂപ കിട്ടുകയാണെങ്കിൽ 500 രൂപ അവർ CRR ആയി മാറ്റി വെക്കും. ബാക്കി 9,500 രൂപ ലോൺ ആയിട്ട് കൊടുക്കും. ഇനി അഥവാ ഈ ലോൺ വാങ്ങാൻ ആര് വന്നില്ലെങ്കിലോ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. അപ്പം ബോറോവർ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ബിസിനസ് കണ്ടീഷൻസും ഒരു ഫാക്ടറാണ്. ഇപ്പോൾ റിസഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബിസിനസ് ആക്ടിവിറ്റീസും കുറയും, ബോറോവർ അവൈലബിലിറ്റിയും കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ക്രിയേഷനും ആനുപാതികമായിട്ട് കുറയും. ഇത്രയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.